പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. നടത്തിയ റെയ്ഡും തുടർന്നുണ്ടായ സംഘർഷവും കഴിഞ്ഞ കുറച്ചു കാലമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. 300ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 35ഓളം പേർ ജയിലിൽ കഴിയുന്നു. അതിലൊരാൾക്ക് 9ാം പ്രതിക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത് പബ്ലിക് പ്രോസിക്യൂട്ടറായ പഴയ CPIM പ്രവർത്തകയായിരുന്ന ടി ഗീനാകുമാരിയുടെ വീഴ്ചയാണ് എന്ന് പറഞ്ഞ് ഗീനാകുമാരിയെ തലസ്ഥാനത്ത് നിന്നും മാറ്റി കഴിഞ്ഞ ദിവസമാണ് ഉത്തരവ് പുറത്തു വന്നത്. അതും വലിയ വാർത്തയായി മാറിയിട്ടുണ്ട്. കേസ് ഹൈക്കോടതിയിൽ എത്തി നിൽക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിനിതാ വമ്പിച്ച തിരിച്ചടി. സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി രംഗത്ത് വന്നു. വാർത്ത മലയാള മനോരമ തന്നെ കൊടുത്തിട്ടുണ്ട് ഓൺലൈനിൽ. അത് മാത്രം നമുക്ക് വായിച്ചു പോകാം. വാർത്തയുടെ തലക്കെട്ട്: ഇ.ഡിയെ ആക്രമിച്ച കേസ് 27 ദിവസം പോലീസ് എന്തു ചെയ്തു? ചോദ്യവുമായി ഹൈക്കോടതി. മനോരമ ഓൺലൈനിൻ്റെ തലക്കെട്ടാണ്. ഇ.ഡിയെ ആക്രമിച്ച കേസ് 27 ദിവസം പോലീസ് എന്തു ചെയ്തു? ചോദ്യവുമായി ഹൈക്കോടതി. അതിനുശേഷം വാർത്ത ഇങ്ങനെയാണ്: എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതി 27 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലീസ് എന്തു ചെയ്തെന്ന ചോദ്യവുമായി ഹൈക്കോടതി. കസ്റ്റഡിയിൽ ലഭിക്കാൻ അപേക്ഷ നൽകിയിരുന്നോ എന്നാരാഞ്ഞ കോടതി ഏകപക്ഷീയമായി ജാമ്യം റദ്ദാക്കാനാവില്ലെന്നും കേസുമായി ബന്ധപ്പെട്ടവരെ വിശദമായി കേൾക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി. തുടർന്ന് ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിന് നോട്ടീസ് അയക്കാൻ ജസ്റ്റിസ് CS ഡയസ് ഉത്തരവിട്ടു. കേസ് വീണ്ടും ജൂലൈ 13 പരിഗണിക്കും. SFI നേതാവായ ഹരീഷ് കുമാറിന് തിരുവനന്തപുരം സെഷൻസ് കോടതി നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരും ഇ.ഡിയും നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്ത ശേഷം മടങ്ങുകയായിരുന്ന ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 25 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ 9ാം പ്രതി SFI നേതാവ് ഹരീഷ് കുമാറിന് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. കേസിൽ ഹാജരായ പ്രോസിക്യൂട്ടർ കസ്റ്റഡി ആവശ്യമില്ലെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ജാമ്യം അനുവദിച്ചതെന്ന വിധത്തിൽ വിവാദങ്ങളും ആരംഭിച്ചു. പിന്നാലെ സർക്കാരും ഇ.ഡിയും ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പങ്കെടുത്ത 25 പേരെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. പല പ്രതികളും രാജ്യം വിട്ടുപോയതായി സംശയിക്കുന്നു. അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. ആക്രമണത്തിന് പിന്നിലെ പണമിടപാടുകൾ കണ്ടെത്താൻ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരാനിരിക്കുന്നതേയുള്ളൂ. നിലവിൽ 9ാം പ്രതിക്ക് ലഭിച്ച ജാമ്യ ഉത്തരവ് നിയമപരമായി നിലനിൽക്കുന്നതല്ല. അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഒരു ഭാഗം മാത്രം കേട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ലെന്നും കുറ്റകൃത്യത്തിൽ ഓരോ പ്രതിയുടെയും കൃത്യമായ പങ്കാളിത്തം മനസ്സിലാക്കണമെന്നും കോടതി പറഞ്ഞു. 9ാം പ്രതിയുടെ പങ്ക് എന്താണെന്നും ആരാഞ്ഞ കോടതി മറുഭാഗം കേൾക്കാതെ ജാമ്യ ഉത്തരവ് ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. സർക്കാർ നൽകിയ കേസിൽ എതിർകക്ഷിയായ ഹരീഷ് കുമാറിന് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ട കോടതി തൽക്കാലം 2ാം സാക്ഷിയായ മുൻ പ്രോസിക്യൂട്ടർ ടി ഗീനാകുമാരിക്ക് നോട്ടീസ് അയക്കേണ്ടതില്ലെന്നും നിർദ്ദേശിച്ചു. ഇ.ഡി നൽകിയ ഹർജിയിൽ സർക്കാരിനും മ്യൂസിയം പോലീസ് SHOയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. 2ാം കക്ഷിയായ ഹരീഷ് കുമാറിന് ആവശ്യമെങ്കിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാം. ഇതാണ് മലയാള മനോരമയിൽ വന്ന വാർത്ത. കസ്റ്റഡിയിൽ ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വമ്പൻ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്: ആർക്കാണ് പരിക്ക് പറ്റിയത്? അവരുടെ ചികിത്സാ രേഖ എവിടെ? ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നാണ് കേസ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് പരിക്ക് പറ്റണമല്ലോ. പരിക്ക് പറ്റിയാൽ അവർ ചികിത്സ തേടണമല്ലോ. എങ്കിൽ എവിടെ ചികിത്സാ രേഖ എന്ന ചോദ്യവും ചോദിച്ചു. അതോടൊപ്പം തന്നെ 27 ദിവസം ഇപ്പോഴും പ്രതികൾ ജയിലിലാണ്. 27 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ഈ ചോദ്യമാണ്. കസ്റ്റഡിയിൽ വേണമെങ്കിൽ ചോദ്യം ചെയ്യണമെങ്കിൽ ഈ സമയത്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാമായിരുന്നു. പിന്നെ ജാമ്യം ലഭിച്ചതിന് ശേഷം കസ്റ്റഡി വേണമെന്ന് ആവശ്യപ്പെടാൻ എന്ത് അധികാരമാണ്, അർഹതയാണ് പോലീസിനുള്ളത്? 27 ദിവസം നിങ്ങൾ എന്തു ചെയ്തു? അതോടൊപ്പം തന്നെ കോടതി ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യവുമുണ്ട്. അതോടൊപ്പം ഹൈക്കോടതി പറഞ്ഞു നൽകിയ ജാമ്യം റദ്ദാക്കാൻ കഴിയില്ല, ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ല എന്നാണ്. അവരുടെ കൂടി വാദം കേട്ട ശേഷം പരിശോധിക്കാം. ഇതാണ് സർക്കാരിന് എതിരെ ഹൈക്കോടതിയിൽ നിന്ന് വന്ന പരാമർശങ്ങൾ.
വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ഇഡിയോട് എപ്പോഴാണ് കോൺഗ്രസിന് ഇത്ര സ്നേഹം വന്നത് എന്നത് മറ്റൊരു വിഷയം. എന്നിരുന്നാലും അക്രമ സംഭവമാണ്. സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം, അതിലൊന്നും തെറ്റില്ല. നടപടിയുമായി മുന്നോട്ട് പോകണം, പക്ഷേ നിയമപരമായിരിക്കണം. ജാമ്യം ഒരിക്കലും ലഭിക്കാതിരിക്കുക, പരമാവധി അറസ്റ്റ് ചെയ്തവരെ ജയിലിൽ കിടത്തുക, ഇതാണ് UDF സർക്കാരിൻ്റെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യത്തിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടത്. ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കീഴ്ക്കോടതി മുഴുവൻ പേർക്കും ജാമ്യം നൽകാൻ കൂടി സാധ്യതയുണ്ട്. കെട്ടിച്ചമച്ച കേസ്, ഇല്ലാത്ത വകുപ്പുകൾ ചേർത്ത് കെട്ടിച്ചമച്ച കേസ്, അതാണ് ഇവിടെ നടന്നത് എന്ന് ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് രൂക്ഷ വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്.